പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്, ഔഷധ ചെടിയാണ്. ഇതിൻ്റെ പേര് നീലിയാമരി എന്നാണ്. നീലിയാമരി എന്ന് പറയുന്ന ചെടി ഒരുപാട് ഗുണവിശേഷതയുള്ള ഒരു ചെടിയാണിത്. ഇത് നീലഭൃംഗാതി എന്ന് പറയുന്ന എണ്ണ, അത് തലയിലെ മുടി വളരാനും മുടിക്ക് കറുപ്പുണ്ടാകാനും അങ്ങനെയൊക്കെയുള്ള തലയ്ക്ക് ഉറക്കം കിട്ടാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് നീലഭൃംഗാതി. അതോടൊപ്പം തന്നെ നീലി ദളാതി എന്നും പറഞ്ഞൊരു എണ്ണയുണ്ട്. ആ എണ്ണ ഈ വിഷസംബന്ധമായ ചർമ്മരോഗങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു എണ്ണയാണത്. അതും വളരെ പ്രചാരമുള്ളൊരു എണ്ണയാണ്. അതിനൊക്കെ ഇതിൻ്റെ ഈ നീലിയാമരി വേണം എണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് വളരെ ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണിത്. പിന്നെ ഇതിൻ്റെ ഈ ഒറ്റമൂലിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എട്ടുകാലി കടിക്കുമ്പോൾ, അതുപോലെയുള്ള കീടങ്ങൾ, ഈ വിഷമുള്ള ജന്തുക്കൾ കടിക്കുമ്പോൾ ഇതിൻ്റെ ഇല ഊരിയെടുത്തിട്ട് ചതച്ച് അതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞളും കൂടെ കൂട്ടി ചതച്ച് ആ മുറിപാടില്ല, കടിച്ച പാട്, അത് കടിച്ചതോ മാന്തിയോ ആ പാട്ടിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കുക, അവിടെ ഒന്ന് കെട്ടി വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ നീര് മുഴുവൻ, ആ വിഷത്തിൻ്റെ അംശം മുഴുവൻ അത് വലിച്ചെടുക്കും. അതിനുള്ള ഒരു ശക്തിയുള്ള മരുന്നാണിത്. ഇതിൻ്റെ പേര് ഒരിക്കൽ കൂടെ പറയുന്നു, നീലിയാമരി എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതുകൊണ്ടാണ് നീലഭൃംഗാതി എണ്ണ ഉണ്ടാക്കുന്നതും നീലി ദളാതി എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ അതിൻ്റെ പ്രധാന മരുന്നിലൊന്നാണിത്, നീലിയാമരി എന്ന് പറയുന്നത്. അപ്പം ഇത് എട്ടുകാലി കടിച്ചതോ അല്ലെ അതുപോലെ തന്നെ ഈ എന്തേലും ഈ ക്ഷുദ്രജീവികൾ കടിച്ച, പാമ്പ് പോലെയുള്ളതല്ല, അല്ലാത്ത ചെറിയ ജീവികളൊക്കെ കടിച്ചിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചൊറിച്ചിലോ തടിപ്പോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതൊന്ന് ചെയ്താൽ താൽക്കാലിക ശമനം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക. ആർക്കെങ്കിലും അതുപോലെയുള്ള പ്രയാസങ്ങളോ വിഷമതകളോ അസുഖങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭം വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സമീപനവും നിർദ്ദേശവും ഉപദേശവും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.